നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിന് ഹൗസിംഗ് ബോർഡിന്റെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മറൈൻ എക്കോസിറ്റിയുടെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ചു. കൊച്ചിയുടെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുന്ന മറൈൻ ഇക്കോസിറ്റി ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രപരമായ ചുവടുവെപ്പെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. സ്മാർട്ടായി വെള്ളാനിക്കര കൊഴുക്കുള്ളി വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈരാറ്റുപേട്ട മുണ്ടക്കയം മിനി സിവിൽ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ റീസർവേ 10 ലക്ഷം ഹെക്ടറിലേക്ക് 201 വില്ലേജുകളിൽ രേഖകൾ റവന്യൂ ഭരണത്തിന്. വാർത്തകൾ വിശദമായി. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് പോലുള്ള സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടൽ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബോർഡിന്റെ പ്രധാന പദ്ധതിയായ മറൈൻ എക്കോസിറ്റിയുടെ ശിലാസ്ഥാപനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അരനൂറ്റാണ്ടുകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഹൗസിംഗ് ബോർഡ് മാറുന്ന കാലഘട്ടത്തിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഭവന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇക്കോസിറ്റി പദ്ധതി. പരിസ്ഥിതിക്ക് കോട്ടമേൽപ്പിക്കാതെ തികച്ചും പ്രകൃതിയുടെ അനുഭൂതിയും ഗ്രീൻ പ്രോട്ടോക്കോളും പാലിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കൊച്ചിയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമായിരിക്കും. വ്യവസായം, IT, ഷിപ്പിംഗ്, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, മെഡിക്കൽ ടൂറിസം എന്നിവയ്ക്കായി ഇന്ത്യയിൽ നിന്നും വിദേശത്ത് നിന്നും പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന കൊച്ചിയിൽ ഇത്തരം ലോകോത്തര നിലവാരത്തിലുള്ള മറൈൻ എക്കോസിറ്റി അത്യന്താപേക്ഷിതമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹൗസിംഗ് ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഈ വരുമാനത്തിലൂടെ സംസ്ഥാനത്തുടനീളം കൂടുതൽ ഭവന പദ്ധതികൾ ഏറ്റെടുക്കാൻ ബോർഡിന് സാധിക്കും. ലൈഫ് മിഷനിലൂടെ 5 ലക്ഷത്തോളം പേർക്ക് വീട് നൽകാൻ ഇതിനോടകം സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അന്തസ്സായ പാർപ്പിടം ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഈ ലക്ഷ്യം പൂർണ്ണതയിലെത്തിക്കാൻ ഹൗസിംഗ് ബോർഡ് പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമമായ ഇടപെടൽ അനിവാര്യമാണ്. നഗരവികസനത്തിനൊപ്പം സാധാരണക്കാരുടെ ഭവന സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബോൾഗാട്ടെ KTDC കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി. രാജ്യസഭാംഗം PP സുനീർ, TJ വിനോദ് MLA, ജില്ലാ കളക്ടർ G പ്രിയങ്ക, ഹൗസിംഗ് കമ്മീഷണർ ആൻഡ് KSHB സെക്രട്ടറി A ഗീത, KSHB ചെയർപേഴ്സൺ TV ബാലൻ, ബോർഡ് മെമ്പർ സുഭാഷ് പുഞ്ചക്കൊട്ടിൽ, ബോർഡ് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറൈൻ എക്കോസിറ്റി പദ്ധതി കൊച്ചി നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. ഭവന നിർമ്മാണ ബോർഡ് രൂപീകൃതമായതിന്റെ 50ാം വാർഷിക വേളയിൽ നടപ്പിലാക്കുന്ന ഈ മെഗാ പ്രോജക്റ്റ് കേരളത്തിന്റെ ഭവന നിർമ്മാണ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമാകും. പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോന്റെയും മന്ത്രി MN ഗോവിന്ദൻ നായരുടെയും നേതൃത്വത്തിൽ നടന്ന ലക്ഷം വീട് പദ്ധതി ലോക ഭവന നിർമ്മാണ ചരിത്രത്തിലെ ഇതിഹാസപരമായ അധ്യായമായിരുന്നു. ആ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം സബലീകരിക്കാനുള്ള ഭവന നിർമ്മാണ ബോർഡിന്റെ പ്രയാണത്തിൽ മറൈൻ എക്കോസിറ്റി ഒരു പ്രധാന ചാലകശക്തിയായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. മറൈൻ ഡ്രൈവിലെ ബോർഡിന്റെ സ്വന്തം ഭൂമിയിലുള്ള 17.9 ഏക്കറിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന പദ്ധതിയിലൂടെ 4640 കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത്. 2024 ജനുവരി 24 സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതിക്കായി നാഷണൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഇല്ലാതെ NBCCയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 28 നിലകളിലായി 152 ഫ്ളാറ്റുകളും ഓഫീസ് സംവിധാനങ്ങളുമാണ് നിർമ്മിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ 8 നിലകളിലായി ഹോട്ടലും കൺവെൻഷൻ സെന്ററും സജ്ജമാക്കും. മൂന്നാം ഘട്ടത്തിൽ 30 നിലകളിലായി 6 റെസിഡൻഷ്യൽ ടവറുകൾ നിർമ്മിക്കും. ഇതിലൂടെ 952 ഫ്ളാറ്റുകൾ കൂടി ലഭ്യമാകും. കൊമേഴ്സ്യൽ, റെസിഡൻഷ്യൽ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള അത്യാധുനിക നിർമ്മാണ രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്.
കെട്ടിട സമുച്ചയങ്ങൾക്കൊപ്പം പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഓക്സിജൻ പാർക്കാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. നഗര തിരക്കിനിടയിൽ ശുദ്ധവായുവും ഹരിതാഭയും ഉറപ്പാക്കുന്ന രീതിയിൽ പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന ഒരു പൊതു ഇടമായി ഇത് മാറും. പ്രദേശത്തെ കണ്ടൽക്കാടുകൾക്കും ജലസമ്പത്തിനും ദോഷം വരാത്ത വിധത്തിൽ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദപരമായ നിർമ്മാണമാണ് ഭവന നിർമ്മാണ ബോർഡ് ഉറപ്പു നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്മാർട്ടായി വെള്ളാനിക്കര കൊഴുക്കുള്ളി വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ ജില്ലയിലെ 2 വില്ലേജ് ഓഫീസുകൾ കൂടി സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി. വെള്ളാനിക്കര കൊഴുക്കുള്ളി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി നവീകരിച്ചതിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 18 വില്ലേജ് ഓഫീസുകളും വലിയ സംവിധാനങ്ങളോടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ആകുകയാണ്. 18 വില്ലേജ് ഓഫീസുകളിലും സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് പണം മാറ്റിവെച്ചതായും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വില്ലേജ് ഓഫീസുകളിൽ നിന്നും രേഖകൾ ലഭ്യമാക്കുന്ന കിയോസ്കുകളും പ്രിന്ററുകളും നിയോജക മണ്ഡലത്തിലെ 18 വില്ലേജ് ഓഫീസുകളിൽ ഒരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡിജിറ്റൽ റീസർവേയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന വില്ലേജുകളിൽ ഘട്ടം ഘട്ടമായി റവന്യൂ കാർഡ് നൽകുക എന്ന ആശയത്തിലേക്ക് എത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കരയെ മന്ത്രി ആദരിച്ചു. വെള്ളാനിക്കര വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കരയും മൂർക്കനിക്കര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി ജോബി ജോസ് എന്നിവരും അധ്യക്ഷത വഹിച്ചു. ചടങ്ങുകളിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സ്വാഗതവും തൃശൂർ തഹസിൽദാർ CP ശ്രീകല നന്ദിയും പറഞ്ഞു. വെള്ളാനിക്കരയിൽ നടന്ന ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകന്യ ബൈജു, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രാജി ഗിരിജ പ്രദീപ്, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സാവിത്രി രാമചന്ദ്രൻ, KP പ്രശാന്ത്, AM അശോകൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PR സുരേഷ് ബാബു, മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ ജോണി, തുളസി സുരേഷ്, ഗീതു രതീഷ്, മിനി സുരേഷ്, സതി അജയൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VS സനൂപ്, മാർട്ടിൻ നാഥ്, PK സാബു തുടങ്ങിയവർ സംസാരിച്ചു. മൂർക്കനിക്കര സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, നടത്തറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന ഷാജു, നടത്തറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CV സുരേഷ്, സജിത ജനാർദ്ദനൻ, PK അഭിലാഷ്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീത രവീന്ദ്രാക്ഷൻ, നടത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മോനിഷ പ്രതീഷ്, T അഖിൽ, VA കൃഷ്ണൻ, ജിജി ജോയി, സന്ധ്യ ശിവദാസൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ T ദിലീപ് കുമാർ, ബിനി വർഗീസ്, ജോയി ആനക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈരാറ്റുപേട്ട മുണ്ടക്കയം മിനി സിവിൽ സ്റ്റേഷനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട മുണ്ടക്കയം മിനി സിവിൽ സ്റ്റേഷൻ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. ഈരാറ്റുപേട്ടയിൽ നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ സൈറ്റിൽ നടന്ന ചടങ്ങിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA അധ്യക്ഷത വഹിച്ചു. 2022-23 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 10 കോടി രൂപ വിനിയോഗിച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. മുണ്ടക്കയം മിനി സിവിൽ സ്റ്റേഷൻ അത്യാധുനിക സൗകര്യങ്ങളോടെ പുത്തൻചന്തയിലുള്ള റവന്യൂ ഭൂമിയിലാണ് നിർമ്മിക്കുന്നത്. MLAയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 കോടി രൂപ വിനിയോഗിച്ചാണ് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ചടങ്ങിൽ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ റീസർവേ 10 ലക്ഷം ഹെക്ടറിലേക്ക്, 201 വില്ലേജുകളിൽ രേഖകൾ റവന്യൂ ഭരണത്തിന്. സംസ്ഥാനത്ത് നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ 9,92,425.9 ഹെക്ടറിൽ അളവ് പൂർത്തിയായി. 68,69,385 ലാൻഡ് പാഴ്സലുകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങളാണ് സർവേ ഭൂരേഖ വകുപ്പ് അളവ് പൂർത്തിയാക്കിയത്. ഇത് സംസ്ഥാന ഭൂവിസ്തൃതിയുടെ 1/3 അധികമാണ്. ഡിജിറ്റൽ സർവേക്കായി തെരഞ്ഞെടുത്ത 639 വില്ലേജുകളിൽ 561 വില്ലേജുകളിലെ ഫീൽഡ് സർവേയിലെ വിവരങ്ങളാണിത്. ഇതിൽ 201 വില്ലേജുകളിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ 13 വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും രേഖകൾ റവന്യൂ ഭരണത്തിന് കൈമാറുകയും ചെയ്തു.
165 വില്ലേജുകളിൽ 9-2 വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 13 വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ സജ്ജമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.